ഓവനും ഗ്രില്ലും ഒന്നും ഉപയോഗിക്കാതെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് പെർഫെക്റ്റ് ബട്ടർ നാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബട്ടർ നാന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് 1 ടീസ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യമായ ഉപ്പ്, 2-3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞ തൈര് 1/4 കപ്പ്, 1/2 കപ്പ് പാല്, എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല സോഫ്റ്റായിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തി മാവിനേക്കാളും കൂടുതലൊരു സ്റ്റിക്കി ഫോമിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബോളാക്കിയിട്ട് ഒരല്പം എണ്ണയും കൂടെ പുരട്ടിയിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ മാറ്റി വെക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ബോൾസാക്കി നമുക്ക് എത്രമാത്രം സൈസ് വേണോ അതിനനുസരിച്ച് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരു ബട്ടർ നാൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് റൗണ്ട് അല്ല, ഒരു ഓവൽ ഷേപ്പ് പോലെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരു മീഡിയം സൈസിൽ പരത്തിയതിന് ശേഷം നമ്മുടെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ തട്ടിയിട്ടാണ് പിന്നെ നമുക്ക് വേണ്ട ഷേപ്പിൽ വേണ്ട സൈസിലാക്കി എടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഒരു വയർ റാക്ക്, മൈക്രോവേവിൽ വെക്കുന്ന ഒരു വയർ റാക്ക് വെച്ചിട്ടാണ് അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതേ മെത്തേഡ് ഈ വയർ റാക്ക് നമ്മുടെ സ്റ്റൗ ടോപ്പിന് മുകളിൽ വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പാനിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു ഭാഗത്ത് അല്പം വെള്ളം പുരട്ടി പാനിൽ വെച്ചിട്ട് പിന്നെ പാന് സ്റ്റൗവിലേക്കൊന്ന് കമഴ്ത്തി കാണിച്ചു കൊടുത്തിട്ടും അങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ട് നല്ല ചൂടോട് കൂടി തന്നെ അല്പം ബട്ടർ പുരട്ടി കവർ ചെയ്ത് മാറ്റി വെക്കാം. ഈ ഒരു തട്ടി കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ബട്ടർ നാൻ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്ട്രെച്ചബിളായിട്ട് കിട്ടുന്നത്. അപ്പോൾ കഴിയുമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരത്തിയിട്ട് തന്നെ അതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല വീട്ടിൽ തന്നെ നമുക്ക് തന്തൂർ അടുപ്പൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ബട്ടർ നാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.